ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെറിയൊരു സ്ഥലം വരെ പോവുകയാണ്. എവിടെയല്ല, നമ്മളെ ഫ്രണ്ട് നീതുവിൻ്റെ വീട്ടിലാണ്. മടപ്പത്തൂരാണ്. നമ്മൾ പോകുമ്പോഴേ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷേ പകുതിക്കെത്തിയപ്പോഴേ നല്ല മഴ പെയ്തു. അങ്ങനെ ബസ്സിലും കയറി ഓട്ടോയിലും കയറി അങ്ങനെ നമ്മളെ നീതുവിൻ്റെ വീട്ടിലെത്താനായി. ഈ നാളെ നല്ല ഹാപ്പിയാണ് ഗൈസ്. കാരണം ഒന്നുമല്ല, നീതുവിൻ്റെ വീട്ടിലത്തെ ഫുഡ് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. ചായ ആയ നീതു? ഇത് നീതുവിന്റെ സ്പെഷ്യലാട്ടാ. നമുക്ക് തുറന്നു നോക്കാം. വാവ്, ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ സംഭവം അല്ലേ? ചക്കയലപ്പം. നിങ്ങൾ ചക്കയപ്പം എന്നറിയാ? ചക്കയപ്പം. പക്ഷെ നമ്മള് ചക്കയലപ്പം. ഒരാളെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ താരം അമ്മമ്മ. ഒരു ഹായ് പറ അമ്മമ്മേ. അമ്മമ്മക്ക് സുഖമില്ല. അമ്മമ്മ പിന്നെ വീണിത്തി നോക്കുമ്പോൾ നടുവിന് ചെറുങ്ങനെ ഇതായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മമ്മ ഒരേ കിടത്തം തന്നെയാ. കുറവില്ല അമ്മമ്മേ? കുറവില്ലേ? ഇല്ല. റെസ്റ്റ് എടുക്ക കേട്ടാ നല്ലോണോ. നല്ല ആവി പറക്കുന്ന ചക്കയിലപ്പവും പഴവും ചായയും ഒക്കെ അവൾ നമുക്ക് വന്നപ്പോഴും വെച്ചന്ന് വളരെ സന്തോഷമായി നമുക്ക്. ഇതാണ് നമ്മുടെ നീതുവിന്റെ അമ്മേന്റെ സ്പെഷ്യൽ ചക്കയപ്പം. ഇതെല്ലാം ടൗണിലൊക്കെ ഉള്ള ആൾക്കാർക്കില്ലേ, ഇതെല്ലാം കാണുമ്പോ എന്റെ മുഖത്തൊരു കുഴി വന്നിട്ടുണ്ട് കേട്ടോ. ആരെ എന്റെയാ കഷ്ടകാല എങ്ങനെയുണ്ട് ചക്കപ്പല? അടിപൊളിയാട്ടാ, നല്ല രസമുണ്ട്. ഞാൻ ഇപ്പൊ വീഡിയോ ഒക്കെ വേണ്ടി പറഞ്ഞല്ലോ, അടിപൊളിയാ. ഞാൻ തിന്ന് ഒരു കഷ്ണം തിന്നിട്ട് നല്ല രസമുണ്ട്. ഇപ്പൊ അധികം ആളെ വീട്ടിലും ചക്കയപ്പവും ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും. നല്ല രസമുണ്ട്. ചക്കയപ്പം ചേമ്പിരി അപ്പം അതൊക്കെ ആയിരിക്കും ഇപ്പൊ മഴക്കാലത്തല്ല. ഇത് നമ്മളിന്ന് തീർത്തിട്ടേ പോകും. ചായ കുടിച്ചിരിക്കുമ്പോഴാണ് ഓള് മീനിൻ്റെ ഒച്ച കേട്ടിട്ട് പാഞ്ഞത്. നോക്കുമ്പോൾ മീൻകാരൻ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെല്ലോ ഉള്ളൊരു പ്രിപ്പറേഷനിലാണ് ഓളുള്ളത്. നമ്മൾ മീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ടും അവൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാന്ന്. ഇപ്പം മീനിനെല്ലാം ഭയങ്കര പൈസയല്ലേ. പൈസ മാത്രമല്ല, ഇപ്പോഴാരും മീൻ വാങ്ങുന്നുമില്ല. ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ വാർത്തകളിലൂടെയും ടി വികളിലൂടെയും കണ്ടതല്ലേ. അപ്പോൾ മീനും വിരളായിട്ടേ ഉള്ളൂ. എന്നിരുന്നാലും ഗൈസ്, അവൾ നമുക്ക് വേണ്ടിട്ട് മീനൊക്കെ വാങ്ങി കേട്ടാ. യൂട്യൂബിൽ വരും. ഓർക്ക് ജീവിച്ചു പോണ്ടല്ലേ. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് മാതൃകപരമായിട്ട്. അതെ അതെ. അങ്ങനെ നമ്മള് മീനൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് ഒരാളിങ്ങനെ നമ്മളെ നോക്കിയിട്ട് കുരക്കുന്ന കണ്ടത്. എന്ത് ക്യൂട്ടാന്ന് നോക്കിയേ. അടിപൊളി. നല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് ഏത് തരം നായാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അടിപൊളിയാണ്. നമ്മളെ കണ്ടേരം കുറേ നേരം അവൻ നമ്മളെ മേത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിച്ച്. എന്റെ മേത്ത് കയറേണ്ടിട്ട് കളിക്കുന്നേ. ഹായ്, നമ്മള് ഇന്ന് നീതുവിന്റെ വീട്ടിൽ വന്നതേനു. അന്നേരം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ വെറുതെ ഒന്ന് ഇതിലൂടെ എല്ലാം നടക്കാന്ന്. പിന്നെ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതിന്റെ അടുത്തൊരു ഫാമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിച്ചു അവിടത്തേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടൊക്കെ വരാന്ന്. അപ്പൊ ആതിരയുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു ചങ്ങായി വരുന്നുണ്ട്. നമ്മളിന്നിപ്പോ ഉള്ളത് മൊടപ്പത്തൂരാണ്. നമ്മള് പിന്നെ
ഒരു സ്ഥലത്ത് പോന്നാന്നേ, പിന്നെ ഒരു ഫാമില്. നമുക്ക് ആടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാട്ടോ. ഇതെല്ലാം പശുക്കൾക്ക് അതിൻ്റെ തീറ്റ, പുല്ല്, പശുക്കൾക്ക് കൊടുക്കേണ്ട പുല്ലും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നട്ട് വളർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. പിന്നെ ഇവിടെ പ്രത്യേകമായിട്ട് ഇത് എന്താ പറയാ, പിന്നെ പുല്ല് വളരാൻ വേണ്ട വെള്ളത്തിന്റെ സംവിധാനങ്ങളൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഗൈസ്, കുറേ സമയമായി ഓള് നമ്മളെ നടത്തിക്കൊണ്ട് വരുന്നു. 1/4 മണിക്കൂറായി നമ്മൾ നടക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഫാമോ ഒരു കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല. ഒരു വീട് പോലും ഇല്ലാത്ത സ്ഥലമാണിത്. എന്തായാലും നമുക്ക് നോക്കാം നമ്മൾ ഫാം കണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് അടുത്ത പാർട്ട് 2 കാണാം. ഓക്കെ, ബൈ.